ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മഷ്റൂം ഗ്രേവിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ ഒരു കൂൺ കറി ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനു വേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് മഷ്റൂമാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബട്ടൺ മഷ്റൂമാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പല വെറൈറ്റീസ് ഓഫ് മഷ്റൂംസ് ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏത് തരം കൂൺ വെച്ചിട്ടും ഈ സെയിം റെസിപ്പി നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 300 ഗ്രാം മഷ്റൂമാണ്. ഒരു മീഡിയം സൈസ് മഷ്റൂമാണ്. എണ്ണം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 15-16 ഉണ്ടാവും. ആദ്യം തന്നെ അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് നല്ല കുഴച്ചെടുക്കാം. ഈ മസാലയൊക്കെ അതിലേക്ക് നല്ല ചേർത്ത് പിടിക്കുന്നവരെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിടാം. കൂടെ കുറച്ച് ബട്ടറും കൂടിയും ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണ മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കാം. പിന്നെ ബട്ടർ യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റും സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ ബട്ടർ ഉള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെള്ളം ചേർത്ത് കൊടുക്കാണ്ട് മഷ്റൂംസ് നല്ല ഇളക്കി കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഇറങ്ങി വരും. പിന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം ഏകദേശം മഷ്റൂംസ് ഒന്ന് ചുങ്ങി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം നിർത്തി കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്ത് ചെറിയ പീസസ് ആക്കി ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 7-8 കാഷ്നട്ടും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കറിക്ക് നല്ലൊരു ക്രീമിനെസ് കൊടുക്കും. നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഇതേപോലെ നമ്മൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാത്രം നമുക്ക് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ പാർന്നു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഒരു ഉണക്കമുളകും ഈ കാണുന്ന സ്പൈസസും ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 2-3 പീസ്, ചെറുതാണെങ്കിൽ കുറച്ചധികം നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ പീസസ് ആക്കിയിട്ടാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല വഴറ്റിയെടുക്കാം. ഒരു കീറിയ പച്ചമുളകും കൂടിയും എരിവിന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച തക്കാളി കാഷ്നട്ട് മിക്സാണ്.
ഉപ്പില്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവി ഇതേപോലെ കുറുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി നമുക്ക് നല്ല മിക്സ് ചെയ്തെടുക്കാം. രണ്ടും നല്ല യോജിക്കുന്ന വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയുള്ളൂ, വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ചപ്പാത്തിക്കും ചോറിനും നമുക്ക് ഒരേപോലെ ഇതെടുക്കാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾ പ്ലീസ് സപ്പോർട്ട് ചെയ്യണം. കൂടെ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, നിങ്ങൾക്ക് ഈസിയായി ഉണ്ടാക്കുകയും ചെയ്യാം. നോൺ വെജൊക്കെ കഴിച്ച് മടുത്തുവെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്.